3 കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ഒന്ന്, ദാനശീലം പഠിപ്പിക്കണം. അതാണ് അടിസ്ഥാന ശീലം. അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും. ഓന്റെ സ്വഭാവം നേരാവും. ദാനശീലമുള്ളവന്റെ സ്വഭാവമേ നേരാവുള്ളൂ, അല്ലാത്തവന്റെ സ്വഭാവം നേരാവില്ല. ഇതന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മര്യാദയുമായി ബന്ധപ്പെട്ടതാണ്. 1 ശീലം ശരിയാക്കുക, 2 മര്യാദ ശരിയാക്കുക, 3 കാര്യബോധം ഉണ്ടാകുക. 3 കാര്യം ഉണ്ടായാലേ ജീവിതത്തിന് ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ബർക്കത്തിന് ദ്വാരക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ദ്വാരക്കണം. ബർക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ദുആ ഖുനൂത്താണ്. സുബ്ഹിയിലെ ഖുനൂത്ത്, റമളാനിലെ അവസാനത്തെ പകുതിയിലെ വിത്റിലെ ഖുനൂത്ത്, നാസിലത്തിന്റെ ഖുനൂത്ത്, എല്ലാം ബർക്കത്തിനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബർക്കത്ത് തരണേ. തോനെ തരണേ എന്നല്ല, ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടായാൽ അതാണ് ഏറ്റവും ഖൈറ്. 3 ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട്. 3 ലക്ഷം റുപ്യ. ഓന് 3,100,000 റുപ്യ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ടോ എല്ലാരോടും ഇങ്ങനെ ചോദിക്കുക, ഒരു 100 റുപ്യ തരുമോ? ബർക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ബർക്കത്തുള്ള 1000 റുപ്യ ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ 300 റുപ്യയും കൊടുത്ത് വല്യമ്മാന്റെ മരുന്ന് 200 റുപ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ 500 റുപ്യ ബാക്കി ഉണ്ടാവും. അതാണ് ബർക്കത്തുള്ള സമ്പത്ത്. ബർക്കത്തുള്ള ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. തന്നെ സംഗതി. അതുകൊണ്ട് ബർക്കത്തിനുള്ള ദുആയാണ് സുബ്ഹിയിലെ ഖുനൂത്ത്. വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് മുടങ്ങാതെ എല്ലാവരും ഖുനൂത്ത് ഓതണം. ആദ്യം മുടങ്ങാതെ സുബ്ഹിസ്കരിക്കണം, അതിൽ ഖുനൂത്ത് ഓതണം. ബർക്കത്തിനുള്ള ദുആ. സുബ്ഹിസ്കരിക്കുന്ന ആൾക്കേ ബർക്കത്തുള്ളൂ, അല്ലാത്തവന് ബർക്കത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക. രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം. മര്യാദകൾ ശരിയാക്കുക. എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട്. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിന്റെ മര്യാദ പാലിക്കൽ. പള്ളിയിലേക്ക് കയറിയില്ലെങ്കിൽ കയറിയിട്ടില്ലാന്നേ വരുള്ളൂ, കയറിയിട്ട് മൂത്രാക്കിയാൽ മുർത്തതാവും. അപ്പൊ ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അദബ് പാലിക്കൽ. മുസാബ് എടുത്തില്ലെങ്കിൽ ആ ചങ്ങായി മുസാബ് എടുത്തില്ലാന്നേ വരുള്ളൂ, എടുത്തിട്ട് മ്ലേച്ഛമാക്കിയാൽ ആള് ദീനെന്ന് പുറത്തേക്കാണ് പോകും. അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ ബറക്കത്ത്, അതിന്റെ മര്യാദ പാലിക്കൽ. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ആദരിക്കണമെന്നാണ്. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണം, അധ്യാപകനെ ആദരിക്കണം. ഗുരുവിനെ ആദരിക്കാത്തവന് 3 വിപത്തുകൾ ഉണ്ടാകുമെന്നാണ്. 1, അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ഒജീനം തടയപ്പെടുന്നതാണ്. 3, അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമിന്റെ ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം. അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി, ഖുർആൻ പഠിപ്പിച്ച ആള് മാത്രല്ല. ഒജീനം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല, കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല, ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല, എവിടെ പോയിട്ട് നേരാണില്ല, കുട്ടികൾ തിന്നണ അന്നത്തിന്റെ കടം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവരല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ്. അതുകൊണ്ട് വിവരത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത് മര്യാദകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമായതുപോലെ മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ്. എല്ലാറ്റിനും അടിസ്ഥാനമുണ്ട്. മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ്. ഭക്ഷണത്തിൽ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുണ്ടാകുമെന്നാണ്. എല്ലാ മര്യാദയും പോക തിന്നാൻ കണ്ടാലേക്കാരം. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല മര്യാദക്ക് ഇരിക്കുന്നുണ്ടല്ലോ, ഓരോ ചായ കൊടുത്തു നോക്കിയാൽ കാണപ്പോ അവിടെ എങ്ങനെ ഉണ്ടാവും ഇരുത്തെന്നറിയാൻ. തീറ്റ കണ്ടാൽ എല്ലാ മര്യാദയും പോകുന്നതാണ്, ഭക്ഷണം കണ്ടാൽ മര്യാദ പോവുകയാണ്. സത്യത്തിൽ ഭക്ഷണത്തിന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ അദബ് പാലിക്കാനുള്ളത്. നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്ന ഹാമിദ് കോയമ്മ തങ്ങളുടെ വല്ലിപ്പ, അദ്ദേഹത്തിന്റെ പേരും ഹാമിദ് കോയമ്മ തങ്ങളാണ്. മഹാനവർകൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബുണ്ട്. അതിനത്രം പറയാണ്ട് ഭക്ഷണത്തിന്റെ മര്യാദ എന്നുള്ളത് തന്നെയാണ് കാരണം. ഭക്ഷണ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, കവിതയാണ്.
അതിന്റെ വിശദീകരണം അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് മര്യാദകൾ അതിൽ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്, വിരുന്നുകാരല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് വിരുന്നുകാരാണ്, വീട്ടുകാരനല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആദ്യം കഴുകേണ്ടത് വീട്ടുകാരൻ ആദ്യം കൈ കഴുകണം, എന്നിട്ടാണ് വിരുന്നുകാർ കഴുകേണ്ടത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് വിരുന്നുകാരും അവസാനം കൈ കഴുകേണ്ടത് വീട്ടുകാരനുമാകുന്നു. ഭക്ഷണത്തിന് കൈ കഴുകുമ്പോൾ ആദ്യം കൈ കഴുകേണ്ടത് കുട്ടികളാണ്, പിന്നീട് മുതിർന്നവരാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് മുതിർന്നവരും പിന്നീട് കുട്ടികളുമാണ്. ഇതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ധാരാളം മര്യാദ ഉള്ളത് എന്നാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും അറിയും, പക്ഷെ മര്യാദ ഒന്നും അറിയില്ല. അതാണ് പ്രശ്നം. ഒരുമിച്ചിരുന്ന് തിന്നണം എന്ന് എല്ലാവർക്കും അറിയാം. ഒരുമിച്ചിരുന്ന് തിന്നുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട്. ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടുള്ളൂ. തല ഒരിക്കലും പാത്രത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, എപ്പോഴും പാടില്ല. ഒരുമിച്ചിരുന്ന് തിന്നുമ്പോൾ തീരെ പാടില്ല. പാത്രത്തിലേക്ക് ഒരിക്കലും കൈ കുടയാൻ പാടില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയാണ് കുടയാൻ പാടില്ല. അതവ് പാലിക്കണമെങ്കിൽ പിന്നെ ഒരുമിച്ചിരുന്ന് തിന്നാതിരിക്കലാണ് നല്ലത്. തിന്നാണെങ്കിൽ അതിന്റെ അതവ് പാലിക്കണം. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മര്യാദ പാലിക്കലാണ്. അതുകൊണ്ട് അതിന്റെ മര്യാദകളെ നിർബന്ധമായും പാലിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, പക്ഷെ അതിന്റെ എല്ലാ നിബന്ധനയും പാലിക്കണം. ഒരാൾ ഇട്ടുകൊടുക്കാനും വേറൊരാൾ തിന്നാനും ആകാൻ പറ്റൂല. ഇട്ട ആൾക്ക് അത് തീർക്കാനുള്ള ബാധ്യത ഉണ്ട്. ഇടണത് വേറൊരാളും തീർക്കണത് വേറൊരാളും അല്ല. ഇവര് തിന്നണവര് തീർത്തിയില്ലെങ്കിൽ ഇട്ടോ ബാക്കി മുഴുവൻ തിന്ന് തീർക്കണം. അതിനുള്ളതേ ഇടാൻ പറ്റുള്ളൂ. ഒരാൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുക, ബാക്കിയുള്ളവർ ഇങ്ങനെ തീർക്കാൻ നിന്നാൽ എപ്പോഴാ അത് കഴിയുക? അങ്ങനല്ല. ഇടണ ആൾക്ക് അത് തീർക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ആരട്ടയിച്ചാല് കഴിക്കണവർ തിന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിന് ഓൻ തീരുമാനം ഉണ്ടാക്കണം, അല്ലാതെ തിന്നണവരല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദ പാലിക്കണം. മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന് മര്യാദയാണ്. ബാക്കിയൊക്കെ പിന്നെയാണ്, ബാക്കി എല്ലാ കാര്യവും പിന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണ മര്യാദ മക്കളെയും ശീലിപ്പിക്കണം. ഭക്ഷണത്തിൽ മര്യാദ ഉള്ളവൻ ഇബാദത്തിൽ മര്യാദയുള്ളവനായിരിക്കും. ദാനശീലമുള്ളവന്റെ സ്വഭാവം നന്നായിരിക്കും. ഭക്ഷണ മര്യാദ പാലിക്കുന്നവന്റെ ഇബാദത്ത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇബാദത്തുകൾ നന്നാവണമെങ്കിൽ, കറക്റ്റ് ആവണമെങ്കിൽ ഭക്ഷണത്തിന്റെ ആദാബുകളെ പാലിക്കണം. അത് മക്കളെ പഠിപ്പിക്കണം. 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലാണ് മര്യാദ പഠിപ്പിക്കേണ്ട പ്രായം. ഏത് മര്യാദയാണെങ്കിലും അങ്ങനെയാണ്. 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലാണ് പഠിപ്പിക്കേണ്ടത്. പെരുന്നാക്ക് പള്ളിക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നത് അതവ് പഠിപ്പിക്കാനായിരിക്കണം. ഉള്ള അതവ് കളയാനാകരുത്. പെരുന്നാക്ക് കുട്ടികളായിട്ട് വരണം. എന്തിനാ കൊണ്ടുവരുന്നത്? അതവും മര്യാദയും പഠിപ്പിക്കാനായിരിക്കണം. ഉള്ള അതവും മര്യാദയും കളയാൻ വേണ്ടി കൊണ്ടുവരാൻ പാടില്ല. അതന്നെ അവനാന്റെ കുട്ടികളെ നോക്കുന്ന കാര്യത്തിന്റെ ഉത്തരവാദിത്തം അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായി ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് അതബ്, ഭക്ഷണത്തിന്റെ ആദാബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയണം. അപ്പോഴൊക്കെയാണ് ഒരു മനുഷ്യൻ ഉന്നതിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെ മൂന്നാമത്തത്, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യം സൂക്ഷിക്കേണ്ടത് കാര്യബോധം ഉണ്ടായിരിക്കണം. ഈ കാര്യബോധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളാണ്. എല്ലായിടത്തും ഒരേ മാതിരിയല്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറയലുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈദ്രസ് വലിയരെ പറ്റിയിട്ട്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, CH ഹൈദ്രസ് മുസ്ലിയാരെ കുറിച്ച് മഹാനവറുകളുടെ മകൻ തൊയ്യിബ് ഫൈലി പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാറുള്ളത്. ഒരു ദിവസം ഹൈദ്രസ് വലിയര് വീട്ടിൽ കുളിക്കാൻ വേണ്ടി 2 ബക്കറ്റ് നിറയെ വെള്ളയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ തൊയ്യിബ് ഫൈലി, മുപ്പര മോഹൻ തൊയ്യിബ് ഫൈലി പറഞ്ഞു, ഞാൻ ഓടിച്ചെന്ന് ആ ബക്കറ്റും വെള്ളം വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോ വാപ്പ പറഞ്ഞു, ഇന്നിപ്പോ 2 ബക്കറ്റ് വെള്ളം മൂത്രപ്പരയ്ക്ക് കൊണ്ടക്കാൻ, കുളിറൂമുക്ക് കൊണ്ടക്കാൻ ഇന്നെക്കൊണ്ട് കഴിയും. എനിക്ക് വയ്യാത്തൊരു കാലഘട്ടം വരുമ്പോ നിങ്ങളൊക്കെ തന്നെ നോക്കേണ്ടത്, അപ്പ ചെയ്താൽ മതി, ഇന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ മൂപ്പര് വെള്ളം കൊണ്ടച്ച് കുളിച്ച് തുണിയും കുപ്പായും മാറ്റി ഒരു വൈക്ക് പോവുക. കുഞ്ഞാപ്പു ഹാജി കൂടെയുണ്ട്, ബാപ്പുട്ടി ഹാജി കൂടെയുണ്ട്, തൊയ്യിബ് ഫൈലി ബാക്കിലുണ്ട്. കുഞ്ഞാപ്പു ഹാജിയും ബാപ്പുട്ടി ഹാജിയും കൂടിയും വർത്താനം പറഞ്ഞിങ്ങനെ അതിൽ മുഴുകി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ തൊയ്യിബ് ഫൈലി ബാക്ക് മാറിയിട്ട്, ഹൈദ്രസ് വലിയൊരു ബാക്ക് ഇങ്ങനെ മെല്ലെ മാറിയിട്ട് മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന ഇത്ര പോകുന്ന ഒരു ബാഗ് മകന്റെ അടുത്ത് തൊയ്യിബ് പൈസയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തരേ
ഇതവിടെ പിടിച്ചോന്ന്. കക്കൂസിക്ക് കുളി റൂമുക്ക് പോകുമ്പോ 2 ബക്കറ്റ് നിറയെ വെള്ളം കനല്ലാന്നും ഇത്ര പോകുന്നൊരു ബാഗ് കനേറിയെന്നും അല്ല, വാപ്പാന്റെ ബാഗ് ആൾക്കാരിടയിൽ വെച്ചിട്ട് മകനാണ് പിടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഈ വിദ്യാഭ്യാസത്തെയാണ് കാര്യബോധം എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യൻ ഉണ്ടായാലേ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. കാര്യബോധം ഉണ്ടാവണം. കാര്യബോധത്തെയാണ് ഹാല് എന്ന് പറയുന്നത്, അവസ്ഥ എന്ന് പറയുന്നത്. അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി വിവരമില്ലാതിരുന്നതല്ല പ്രശ്നം, കാര്യബോധം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. അബൂജാഹിൽ വിവരമില്ലാത്തവനൊന്നല്ല, ഓന്റെ ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. വിവരമുള്ളവൻ തന്നെ. ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ട് ഖുറൈശികൾ നേതാവാക്കൊന്നുമില്ല. വിവരമുണ്ട്. വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ആ വിവരം ബോധമാണെങ്കിൽ മാത്രമാണ് കാര്യമുള്ളത് എന്നതാണ്. ബോധമില്ല എന്ന് തന്നെയാണ് പ്രശ്നം. ചിലപ്പോൾ ഞമ്മക്കും ഇല്ലാതാകലുണ്ട്. ഒരു വിഷയം ഉണ്ട് എന്ന് പറയാൻ വലിയ വിവരം വേണ്ട, പക്ഷെ ഒരു വിഷയം ഇല്ല എന്ന് പറയാൻ നല്ല വിവരം വേണം. ഒരു നാടൻ മനുഷ്യനാണ് ഈ കാര്യം എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഒരിക്കൽ പഴയ കാലത്ത് വയലൊക്കെ പറയാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ആ കാലത്ത് ഒരു ദിവസം ഇങ്ങനെ ഇതേമാതിരി റജബ് മാസത്തിൽ വയൽ പറഞ്ഞപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നാണ് ദുആരക്കേണ്ടത്. ഷഹ്റ റമളാൻ എന്ന് ദുആരക്കണ്ട, അങ്ങനെ ഹദീസിലില്ല എന്ന് പറഞ്ഞു. അപ്പം മലയാളം പരിഭാഷ മാത്രം വായിച്ച് പരിചയമുള്ള ഒരാൾ വയല് കഴിഞ്ഞു പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു മലയാളം ബുക്കിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷഹ്റാന്നും കൂടി ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. ഒരു വിഷയം ഇല്ല എന്ന് പറയണമെങ്കിൽ നല്ലോണം വിവരം വേണം, ഉണ്ട് എന്ന് പറയാൻ അത്ര തന്നെ വിവരം വേണ്ട എന്നത് മനസ്സിലായി. തന്നെ ഞാൻ അടുത്തൊരു ദിവസം വേങ്ങര കോയപ്പാപ്പാനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്. കുറെ സ്വാധീനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാനെ പറ്റി പറഞ്ഞു. വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പലർക്കും അറിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞത്. കുഞ്ഞു മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര്. മുഹമ്മദ് എന്നാണ് വാപ്പട്ട പേര്. മൂപ്പര വാപ്പാന്റെ പേരും മുഹമ്മദാണ്, വല്ലിപ്പാന്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദിന്റെ മകൻ മുഹമ്മദാണ് വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ റബീഉൽ അവ്വൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. കുറേ അരിയൊക്കെ വാങ്ങി ഗോതമ്പൊക്കെ വാങ്ങിയിട്ട് കാക്കകൾക്ക് കൊടുക്കും. അപ്പൊ മൂപ്പര ജീവിതകാലത്ത് മൂപ്പരൊന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി ധാരാളം കാക്കകൾ വേങ്ങരയിൽ വരൽ പതിവുണ്ടായിരുന്നു. ഒരുപാട് കാക്കകൾ വരും, കാരണം ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യും. അപ്പൊ മഹാനവറുകളോട് ഒരു ദിവസം എന്തിനാ നിങ്ങൾ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, കാക്കകൾ 1000 കൊല്ലത്തിലധികം ജീവിക്കുമെന്നാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കാക്കകൾ ആ കൂട്ടത്തിൽ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. കുറെ കഴിഞ്ഞപ്പോ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോ, കാക്കകൾ പരമാവധി പോയാൽ 20 കൊല്ലേ ജീവിക്കുള്ളൂ എന്നാണല്ലോ ഉള്ളത്. ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ദീനീ പ്രബോധനം നടത്തുന്നത് എന്നാണ് ചോദ്യം. ഒന്ന്, അത് വേങ്ങര കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് മഹാനവറുകളുടെ അടുത്ത് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. 20 കൊല്ലേ കാക്കകൾ ജീവിക്കുള്ളൂ എന്നത് ആധുനിക പഠനമാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നു. മാക്കൗൺ എന്ന പേരായ ഒരാളാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പഠന റിപ്പോർട്ട് വന്ന അതേ പോർട്ടലിൽ തന്നെ കുറച്ച് താഴത്തേക്ക് പോന്നാല് 27 കൊല്ലം ജീവിച്ച കാക്കന്റെ ചരിത്രം വേറെ പറയുന്നുണ്ട്. 56 കൊല്ലം ജീവിച്ച കാക്കയുടെ ചരിത്രം അതിന്റെ താഴെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാവും 20 അല്ല അതിലേറെ ഉണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, അതൊരു അഭിപ്രായമാണ്. ഒരു പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടുന്നില്ല, ന്യൂനപക്ഷ അഭിപ്രായമായിരിക്കാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാക്കകളെ കുറിച്ച് പറഞ്ഞ ഹദീസ് മിഷ്കാത്തിലുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, മൻ സാമ യൗമൻ, ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു ബൈനഹു വബൈന ജഹന്നമ കഖുറാബിൻ തായിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറക്കുന്ന കാക്കയേക്കാൾ അള്ളാഹു ജഹന്നമിനെയും അവന്റെയും ഇടയിൽ വിദൂരത്താക്കും ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് മിഷ്കാത്തിൽ ഉദ്ധരിച്ചിട്ട് അതിന്റെ ഷറഹിൽ മിർഖാത്തിൽ പറയുന്നുണ്ട്, കാക്കകളിൽ ചിലത് 1000 കൊല്ലം ജീവിക്കും എന്ന അഭിപ്രായമുണ്ട് എന്ന്. ഇതേ അഭിപ്രായം തന്നെ ഹയാത്തുൽ ഹയവാനിലുണ്ട്.
അതേ അഭിപ്രായം തന്നെ അജായിബുൽ മഖ്ലൂഖാത്തിലുണ്ട്. ഈ ആളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാക്കോൺ പറഞ്ഞ അഭിപ്രായമാണ് എങ്കിൽ അതിനെ അംഗീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാകാം എന്ന സാധ്യതയെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട്. ആ സാധ്യതയെ കോയപ്പാപ്പ് പറഞ്ഞിട്ടുള്ളൂ. കോയപ്പാപ്പ് ഉറപ്പിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. കാക്കകളിൽ ചിലത് 1000 കൊല്ലം ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കാക്കകൾ ഇതിൽ ഉണ്ടായിരിക്കാം എന്നതാണ് ഞാൻ ഇവകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എന്നോട് ചോദിച്ചാലോട് ഞാൻ പറഞ്ഞ മറുപടി ഇതൊന്നല്ല, കാക്ക എത്ര കാലം ജീവിച്ചാലും യുക്തിവാദം ശരിയാണെന്ന് അതുകൊണ്ട് വരൂല. യുക്തിവാദം ശരിയാണെന്ന് ഇപ്പൊ കാക്ക ജീവിച്ചില്ലാന്ന് തന്നെ വെക്കുക, എന്നാലും യുക്തിവാദം ശരിയാണെന്ന് ഒരിക്കലും അതുകൊണ്ട് വരൂലല്ലോ. ഞാനിത് എന്താ പറഞ്ഞ വെച്ചാല് ഓരോ വിഷയങ്ങളെ കുറിച്ചുമുള്ള കാര്യബോധം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. അത് എനിക്കുമാണ്, നിങ്ങൾക്കുമാണ്, എല്ലാവർക്കും വേണം. എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റജബിലെ ബറക്കത്ത്, ഷഅബാനിലെ ബറക്കത്ത്, റമദാനിലെ ബറക്കത്ത്. 3 മാസം ബറക്കത്തിൻ്റെതായ എണ്ണിയിട്ടുണ്ട്. റജബിലെ ബറക്കത്ത് എന്ന് പറയുന്നത് അബൂദാവൂദിന്റെ ശറഹിൽ കാണും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മനസ്സിലാക്കലാണ് റജബിലെ ബറക്കത്ത് എന്ന്. ഷഅബാനിലെ ബറക്കത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കലാകുന്നു. റമദാനിലെ ബറക്കത്ത് ഉമ്മത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലാണ്. അവർ റജബിലെ നമ്മൾ ബറക്കത്തിന് ദ്വാരക്കണം. ദ്വാരന്നാൽ മാത്രം പോരാ, റജബിലെ ബറക്കത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾക്കാണ് ദിക്ർ എന്ന് പറയാം. വയല് യഥാർത്ഥത്തിൽ ദിക്റിനുള്ളതാണ്. ദിക്റുകൾ 4 തരത്തിലുണ്ടെന്നാണ്. ദിക്ർ ചൊല്ലലുണ്ട്, ദിക്ർ ചെയ്യലുണ്ട്, ദിക്ർ പറയലുണ്ട്, ദിക്ർ ചിന്തിക്കലുണ്ട്. 4 തരം ദിക്റുണ്ട്. ദിക്ർ ആലോചിക്കലുണ്ട്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഫക്കുറു സഅത്തിൻ, ഒരു സഅത്ത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ. സഅത്ത് എന്നതിന് സാധാരണ അർത്ഥം മണിക്കൂർ എന്നാണ്. സത്യത്തിൽ സഅത്ത് അതല്ല. പ്രഭാതം മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള മൊത്തം സമയത്തെ 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് ഒരു സഅത്ത് എന്ന് പറയുന്നത്. ഏകദേശം 1 മണിക്കൂറേക്കാരം. അതുകൊണ്ട് സഅത്തിന് 1 മണിക്കൂർ എന്ന് നമ്മൾ അർത്ഥം പറയുന്നു. തഫക്കുറു സഅത്തിൻ, 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ. ഖൈറും മിൻ അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. വേറൊരു ഹദീസിലുണ്ട് തഫക്കുറു സഅത്തിൻ മിൻ ഖൈറും മിൻ ഖിയാമി ലൈല, 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ 1 രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാകുന്നു എന്നത്. അപ്പൊ ചിന്തിച്ചുകൊണ്ടുള്ള ദിക്റുണ്ട്, ചിന്തയിലെ ദിക്ർ. ഒരു മനുഷ്യൻ ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെയാണ് ദിക്ർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളൊരു കുതിരനെ കണ്ടു എന്ന് വിചാരിക്കാം, കുറച്ചപ്പുറത്ത് ഒരു കഴുതി നിൽക്കണുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ രണ്ടിനെ ഇങ്ങനെ നോക്കിയപ്പോ കുതിരന്റെ ചെവി ചെറുതും കഴുതന്റെ ചെവി വലുതുമാണ്. അപ്പൊ അയാളിങ്ങനെ ആലോചിച്ചപ്പോ രണ്ടും ഒരേമായിട്ട് ജീവികളാണ്, രണ്ടും ഓടാൻ പറ്റും, രണ്ടിന്റെയും പുറത്ത് കയറാൻ പറ്റും, രണ്ടും ഭാരം ചുമക്കാൻ പറ്റും. പിന്നെ എന്തായിരിക്കും ഒന്നിന്റെ ചെവി ചെറുതും മറ്റൊന്നിന്റെ ചെവി വലുതും എന്നെങ്ങനെ ആലോചിച്ചു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ചെറിയ ചെവിയുള്ള കുതിരക്ക് കാര്യങ്ങൾ വേഗം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ എന്റെ സംസാരത്തെ ഈ മൈക്രോഫോൺ പിടിച്ചെടുത്ത് അതിങ്ങനെ ആംപ്ലിഫയറിൽ കൊണ്ടുപോയിട്ട് ഈ ബോക്സിൽ കൂടെ ഇങ്ങനെ വിടുമ്പോ വായുവിൽ ഒരു കമ്പനം ഉണ്ടാകും. ഈ കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള ടിമ്പാനം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പോയി തട്ടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ തലച്ചോറിലേക്ക് കൊടുക്കുകയും അത് കേൾവിയായി അനുഭവപ്പെടുകയുമാണ് ചെയ്യുന്നത്. കുതിരക്ക് കാര്യം വേഗം മനസ്സിലായതിനാല് കുറഞ്ഞ കാറ്റ് കടന്നാൽ മതി. അതുകൊണ്ട് കുതിരക്ക് ചെറിയ ചെവിയാണ്. കഴുതക്ക് അത്ര തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ചും കൂടി കാറ്റ് വേണം. അതുകൊണ്ട് വലിയ ചെവിയാണ് എന്ന് ഒരാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ അള്ളാഹുവിന്റെ ഒരു പണിയില്ലേ എന്ന് ഓർമ്മ വന്നാൽ ആ ചിന്ത ദിക്ർ എന്ന് പറയും. ഇങ്ങനെ ഏത് സാധനത്തെ പറ്റി പഠിച്ചാലും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ബക്കറ്റ് പിരിവുണ്ട് കേട്ടോ. കാര്യമായിട്ട് എല്ലാവരും പൈസ കൊടുക്കണം, എല്ലാവരും കായെടുത്ത് കൈ പിടിക്കി, പൈസ എടുത്ത് കൈ പിടിച്ചിട്ട് വാത് തുടരാം, എന്നിട്ട് അതിലേക്ക് എല്ലാവരും കാര്യമായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാവരും പൈസ ഇട്ട് കൊടുക്കണം കേട്ടോ. വരുന്നുണ്ട് ഒരു ബക്കറ്റായിട്ട്. പൊതുവെ എനിക്ക് ഈ പിരിവിന്റെ വായത അറിയില്ല, അവിടെ ഇനി ഉണ്ടാവും. ഇത് കഴിഞ്ഞാലും മജ്‌ലിസുന്നൂറൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും പൈസ കൊടുത്താൽ മതി, അത്രയും അതിനെ പറ്റി പറയാൻ അറിയുള്ളൂ.
പിന്നെ അല്ലാത്ത ഏതാണ് എനിക്കറിയാം, അതുകൊണ്ട് അത് ഞാൻ പറയാം. പിന്നെ ഇവിടെ പൈസ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഏതായാലും അറിയാം എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ഹൈത്തമിക പറഞ്ഞതുപോലെ വലിയൊരു ബർക്കത്തുള്ള സ്ഥാപനമാണ്, നല്ലൊരു മജ്ലിസാണ്, എല്ലാവരും കാര്യമായി സഹായിക്കണം എന്ന ഒറ്റവാക്കിൽ ഒതുക്കി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളിങ്ങോട്ട് നോക്കണം, എന്നല്ല ഞാൻ പറയാം. പിന്നെ ആണുങ്ങളെല്ലാവരും ഉറക്കും, പെണ്ണുങ്ങൾ പതുക്കി ഒരു യാനബി ചെല്ലിയാൽ ഒരു ഉഷാർ കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ അതിനാ പിരിവൊന്നാൾ ഉഷാറിൽ പോവും ചെയ്തോട്ടെ. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അതുകൊണ്ട് എല്ലാവരും പൈസ ഇട്ട് കൊടുക്കണം. അപ്പൊ ദിക്ർ ചിന്തയുണ്ട്. ദിക്ർ ചിന്ത എന്ന് പറഞ്ഞാൽ ഏത് സാധനം ചിന്തിച്ചാലും ആ ചിന്ത അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെയാണ് ദിക്റിന്റെ ചിന്തകൾ എന്ന് പറയുന്നത്. കച്ചവടം വരെ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ശുഗലാക്കാത്ത ആളുകളെ കുറിച്ച് പുരുഷന്മാർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫീഹി റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അപ്പൊ ഇതാണ് ഒന്നാമത്തത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ ദിക്റാണ്. രണ്ടാമത്തെ ദിക്റുണ്ട്, ദിക്ർ ചൊല്ലല്. ദിക്ർ ചൊല്ലല് നമുക്ക് എല്ലാവർക്കും അറിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതൊക്കെയാണ് ദിക്ർ ചൊല്ലല് പറഞ്ഞാല്. അത് ദിക്റാണെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്, അള്ളാഹുവിന് വേണ്ടി ചെല്ലുന്നതായിരിക്കണം എന്ന മാനദണ്ഡമുണ്ട്. വേറെ ആർക്കെങ്കിലും വേണ്ടി ചെല്ലിയാൽ അത് ദിക്റാവൂല്ല. ഇതാണ് രണ്ടാമത്തെ ദിക്ർ. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയണതാണ്. മൂന്നാമത്തെ ദിക്റുണ്ട്, ദിക്ർ ചെയ്യല്. ഉദാഹരണം നിസ്കാരം. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ദിക്ർ. നോമ്പും ദിക്റാണ്. നോമ്പിനെ പറ്റി പറഞ്ഞോടത്ത് പറഞ്ഞത് കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പടച്ചോനെ പറ്റി ആലോചിക്കാൻ വേണ്ടി നിങ്ങൾ നോൽബ് വെൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോമ്പും ദിക്റാണ്. അങ്ങനെ വരുമ്പോൾ ഹജ്ജും ദിക്റാണ്. അങ്ങനെ വരുമ്പോൾ സക്കാത്തും ദിക്റാണ്. എല്ലാം ദിക്റുകളാണ്. ഇതാണ് മൂന്നാമത്തെ ദിക്ർ. നാലാമത്തെ ദിക്റുണ്ട്, അത് സ്വാലിഹീങ്ങൾ അംബിയാക്കൾ എന്നിവരെ കുറിച്ച് പറയലാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ ദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ എന്നുള്ളിടത്ത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, സ്വാലിഹീങ്ങൾ അംബിയാക്കൾ എന്നിവരുടെ പേര് പറയൽ തന്നെ ദിക്റാകുന്നു. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് തസ്ബീഹ്മാലെടുത്തിട്ട് ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിങ്ങനെ ചൊല്ലി, അല്ലെങ്കിൽ ഇബ്രാഹിം നബിന്റെ പേരൻ എങ്ങനെ കുറേട്ടം പറഞ്ഞു, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇങ്ങനെ അമ്പിയാക്കളുടെ പേര് പറയൽ ദിക്റാണ്. സ്വാലിഹീങ്ങളുടെ പേര് പറയൽ ദിക്റാണ്. ശുഹദാക്കളുടെ പേര് പറയൽ ദിക്റാകുന്നു. ബർദങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞു ഒരാളെ മമ്പർത്ത് തങ്ങൾ റളിയല്ലാഹു അൻഹു, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പുത്തനങ്ങാടി ശുഹദാക്കള്, അങ്ങനെ സ്വാലിഹീങ്ങളുടെ പേര് ഇങ്ങനെ പാണക്കാട് പൂക്കോയ തങ്ങള്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ പേര് വെറുതെ പറയൽ തന്നെ ദിക്റാണ്. ദിക്റു സ്വാലിഹീന എന്ന് പറഞ്ഞോടത്ത ഒന്നാമത്തെ വിശദീകരണം ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ പേര് പറയലാകുന്നു. അമ്പിയാക്കളെ പേര് പറയാ, സ്വാലിഹീങ്ങളുടെ പേര് പറയാ. ഹും ആദമുൻ ഇദ്രീസ് നൂഹുൻ ഹുദുമ സ്വാലിഹ് വ ഇബ്രാഹിമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ
യാഖൂബു യൂസുഫു വഅയ്യൂബു ഇഹ്തദാ ശുഐബു ഹാറൂനു വമൂസാ യസ്അ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ. ഞാനിപ്പോ ചെല്ലിയ ഈ ദിക്റ് വല്യമ്മ ചെല്ലണ 15 വകേടിലുണ്ട്. അതെന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെയാകുന്നു. വല്യമ്മ ചെല്ലുള്ളൂ, പിന്നെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതന്നെ വല്യമ്മ ചെല്ലണ 15 വകേടിലുണ്ട്. നമ്മളെ കുട്ടികളെ ദർസ്ക്ക് ഓതാൻ പോയാല് ആദ്യം ഓതിക്കൊടുക്കണ 2 കിതാബാണ്. ഒന്ന് 10 കിതാബും ഒന്ന് 7 കിതാബും. 10 കിതാബ് എന്ന് പറഞ്ഞാൽ അശറത്ത് കുത്തുബ്, 7 കിതാബ് എന്ന് പറഞ്ഞാൽ ബെയ്ത്ത് കിതാബ്. അയിലുമുണ്ട് ഇത്. കിഫായത്തുൽ അവാം എന്നും ഇതിന് പേരുണ്ട്, കിഫായത്തുൽ ഈമാൻ എന്നും പേരുണ്ട്, വേറെയും ഇതിന് പേരുകളുണ്ട്. ഇത് ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവൂലെന്ന് തൽസമാത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. കിഫായത്തുൽ അവാം ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവൂല. എന്തായാലുള്ളത് ഒരാൾക്കാരുടെ പേര് അന്തിസ് ഇനിസ്വതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദ സോഫിയത്തും മൈമുനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. ഞാൻ ഇപ്പൊ ചെല്ലിയത് കിഫായത്തുൽ അവാമിലുണ്ട്. കിഫായത്തുൽ അവാം എവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്? വല്യമ്മ ചെല്ലണ 15 വകേടിലുണ്ട്. ഉണ്ടോന്ന് അറിയാനെങ്കിലും ഒന്ന് എടുത്തു നോക്കോട്ടെ എന്ന് എത്തിയിട്ടാണ് ഈ പറയണത്. കാണാതെ പഠിക്കണ്ട, ഉണ്ടോന്ന് അറിയാനെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാല് അതിന്റെ ഒരു വർക്കത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. അതന്നെ എന്തായാലും ഉള്ളത് കുറെ സ്വാലിഹീങ്ങളുടെ പേര്. അപ്പൊ സ്വാലിഹീങ്ങളെ പറയല് ദിക്റാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത് ഐ ദിക്റു അസ്മാഹിം, അവരുടെ പേര് പറയാ. രണ്ടാമത്തേത് ദിക്റു താരീഖിഹിം, അവരുടെ താരീഖ് പറയാ. വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ വഅദിന്റെ നിർവചനം മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ധർമ്മബോധത്തെ തഖ്വയെ ഓർമ്മപ്പെടുത്തുന്നതിനാകുന്നു വഅദ് എന്ന് പറയുന്നത് എന്നാണ്. അപ്പൊ വഅദിൽ ചരിത്ര നിർബന്ധമാണ് എന്നാണ്. മുൻഗാമികളുടെ താരീഖുകൾ പറഞ്ഞ് സ്വാലിഹീങ്ങളായ മുൻകഴിഞ്ഞു പോയ ആൾക്കാരെ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറയാൻ പാടില്ല. അതൊരു നല്ല പ്രവണതയല്ല. ആരെ പറയണമെങ്കിലും ജീവിച്ചിരിക്കുന്ന ആളുകളെ മദ്ഹ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയല്ല. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണം എന്നതിൽ നിന്ന് 2 കാര്യം കിട്ടും. ഒന്ന്, ഗുണാണ് പറയേണ്ടത് എന്നും കിട്ടും. 2, മരിച്ചവരെ പറ്റിയാണ് പറയേണ്ടത് എന്നും കിട്ടും. ജീവിച്ചിരിക്കുന്ന ആളുകളെ മദ്ഹ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയല്ല, വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു നല്ല രീതിയല്ല എന്ന് സാന്ദർഭികമായി പറയുന്നു. മരിച്ചോരെയാണ് പറയേണ്ടത്, ഗുണാണ് പറയേണ്ടത്. ഗുണമില്ലാത്തത് പറയാനും പാടില്ല, മരിച്ചോരല്ലാത്തത് പറയണതും നല്ലതല്ല. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ മദ്ഹുകൾ പറയാം. ശ്രോതാക്കന്മാരെ പറ്റി പറയാം. പുത്തനങ്ങാടി ശ്രോതാക്കന്മാരെ പറ്റി പറയാം. പുത്തനങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ദൂമിങ്ങളെ കുറിച്ച് പറയാ. അവരുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുക. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്മുറക്കാരാകുന്നു അവർ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഖാദി സ്ഥാനം നിലനിർത്തി പോന്നിട്ടുള്ളത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ധാരാളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. കേരളത്തിലുണ്ട്. ലക്ഷദ്വീപിലെ അമീനി ദ്വീപിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്. അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഒരു അറബിക് കോളേജ് ഉണ്ട്. സിദ്ദീഖ് മൗല അറബിക് കോളേജ് എന്നാണ് അറബിക് കോളേജിന്റെ പേര്. അമീനി ദ്വീപിലാകുന്നു അതുള്ളത്. അമീനി ദ്വീപ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പൂട്ടാത്ത പള്ളിയുള്ള പ്രദേശമായിരുന്നു അത്. ഇന്ന് നമ്മൾ പള്ളി പൊളിച്ചു നേരാക്കിയാൽ പിന്നെ വരാന്തയും കൂടിയും പൂട്ടിയിടലാണ് സാധാരണ പതിവ്. മൂത്രയിക്കാനും സ്ഥലം ഉണ്ടാവില്ല, സുന്നതസ്കരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ദുഹാക്കും തഹജ്ജുദിനും ഏതായാലും പറ്റൂല. റോട്ടുമ്മ മുണ്ട് ഇരിക്കേണ്ടി വരും. അതാണ് പൊളിച്ച് നേരാക്കിയുള്ള അവസ്ഥ. നേരാക്കിയില്ലെങ്കിൽ പിന്നെയും തുറന്നിട്ടുണ്ടാവുന്ന. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരാക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. തുപ്പാൻ സ്ഥലമില്ല, ചെരുപ്പ് വെക്കാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെയാണ് നേരാക്കിയുണ്ടാകുക. അങ്ങനെയൊക്കെയാണ്. അപ്പോ പകൽ സമയത്തോ രാത്രി പോലോ പൂട്ടാത്ത പള്ളി കണ്ടിട്ടുള്ള സ്ഥലമാണ് അമീനി ദ്വീപ് എന്ന് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല, കുറച്ച് മുമ്പ് പോയതാണ്. പറയുമ്പോ ഒക്കെ പറയണ്ടല്ലോ, ഇനിയിപ്പോ ഒരു പൂട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പോയൊക്കെ വന്നുങ്ങാണ്ട് പിന്നെ യൂട്യൂബിൽ പ്രസംഗം വരുന്നതിന്റെ അടിയിൽ ഇല്ല അവിടെ പൂട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളതിന്റെ ഫോട്ടോ ഇടാനൊന്നും നിൽക്കണ്ട. ഞാൻ പോയപ്പോ പൂട്ടലില്ല, അത്രേ അറിയുള്ളൂ. പൂട്ടിയിട്ടില്ല. രാത്രിയും പകലൊക്കെ തുറന്നിടലുണ്ട്. ഓൽക്കൊരു പേടിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പൂട്ടൽ തുടങ്ങിയത്, ആദ്യം പൂട്ടിയത് ആംപ്ലിഫയർ വന്ന സമയത്താണ്. അതാരെങ്കിലും കൊണ്ടുപോകുമെന്ന് എഴുതിയിട്ട്. അത് പേടികൊണ്ടാണെങ്കിൽ അത് മാത്രമാണ് പൂട്ടേണ്ടത്, മൊത്തത്തിലല്ല. പിന്നെ ഇപ്പൊ പറ്റ പൂട്ടൽ തുടങ്ങിയത് കാർപ്പറ്റും കൂടി വന്നതിന്റെ ശേഷമാണ്. ഇനി എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല, ഒന്നും പറയാനില്ല.
എനിക്കൊന്നും പറയാനില്ല, സംഗതി അങ്ങനെയൊക്കെയാണ്. ഏതായാലും അവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട്. സിദ്ദീഖ് മൗല അറബിക് കോളേജ് പറഞ്ഞ ഒരു അറബിക് കോളേജ് ഉണ്ട്. അവിടെ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി വന്നതാണ്. ഇവിടെ നമ്മളെ കണ്ണൂര് വളപട്ടണത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ പേരക്കുട്ടി വന്നിട്ടുണ്ട്. കണ്ണൂർ വളപട്ടണത്ത് സയ്യിദന്മാരുടെ മക്കാമുണ്ട്. ആ മക്ബറയുടെ പുറത്തായിട്ട് 3 ഖബറുകൾ കാണും. ആ 3 ഖബറുള്ള ആളുകളും മദീനയിൽ നിന്ന് വന്നവരാണ്. 3-ൽ ഏതാണെന്നറിയില്ല, 3ഉം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി നേരിട്ട് വന്നിട്ടുള്ളതാണ്. അവരുടെ സന്താന പരമ്പരയാണ് പുറത്തിയിൽ മശായിഖന്മാർ എന്ന് പറയുന്നത്. പുറത്തിയിൽ ഷേഖുമാർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പുറത്തിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ സന്താന പരമ്പര മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ ഖബർസ്ഥാനുണ്ട്. അതിൽ ഇന്നത്തെ പുറത്തിയിൽ ഷേഖ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന ആരാണ്? ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന മഹാനുഭാവൻ. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവാണ് ഉസ്താദ് അവർകൾ. ഇതൊക്കെ പറയാൻ കാരണം എന്തേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പര ലോകത്തെവിടെയും ഖാദി സ്ഥാനം അലങ്കരിക്കുകയും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരാണ് മഖ്ദൂമിങ്ങൾ. അവർ പുത്തനങ്ങാടിയിലും എത്തിച്ചേർന്നു. ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ താരീഖുകൾ പറയുക. ഒരുപക്ഷെ എന്നേക്കാൾ പുത്തനങ്ങാടിയുടെ ചരിത്രം കൂടുതൽ അറിയുന്നത് നിങ്ങളായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ മധുകൾ പറയുക, അവരുടെ ഗുണങ്ങളെ പറയുക, ആളുകളെ അവരിലേക്ക് ആകർഷിക്കുക. അതിനാണ് യഥാർത്ഥത്തിൽ വഅദ് എന്ന് പറയുന്നത്. അത് ദിക്റിന്റെ പരിധിയിൽ വരുന്നതാണ്. സജ്ജനങ്ങളായ ആളുകളെ കുറിച്ച് പറയണം. ഒരുപാട് സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ ആളുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്തിങ്ങനെ വായിച്ച ഒരു കഥയാണ്. നമ്മളെ മലപ്പുറം ജില്ലയില് പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് പേരായിട്ടുള്ള ആളുണ്ടായിരുന്നു. പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ്സെന്ന് ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂര്. അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോ വെറുതെ ഇങ്ങനെ നടക്കുമ്പോ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറയും. പിന്നെ കുറച്ചാണ് പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന്. ഇതിങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് എല്ലാവരും കൂടിയും പൂതിപ്പാപ്പാന്ന് പേരിട്ടു. അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾ 2 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ആ പേരിടും. പേരിടാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെയാണ് നമ്മളെ പരിപാടി. എന്തായാലും കുട്ടികളെ കൂടി മൂപ്പർക്ക് പൂതിപ്പാപ്പാന്ന് പേരിട്ടു. മൂപ്പര് മരിച്ചതിന് ശേഷം, വഫാത്തായതിന്റെ ശേഷം പിന്നെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി. വഫാത്തായതിന്റെ ശേഷം അത് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളും വഫാത്തായതിന്റെ ശേഷം നമ്മൾ അറിയണതിന്റെ കാരണം. അല്ലാതെ ചില ആൾക്കാർക്ക് തോന്നുന്നു മരിച്ചപ്പോൾ വലുതാക്കിയതാണെന്ന്. അങ്ങനെയല്ല. ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പൂർവികന്മാരുടെ ഒരു രീതി അതാണ്. വഫാത്തിന് ശേഷമാണ് മദ്ഹുകൾ പറയാറുള്ളത്. അങ്ങനെയാണ് വേണ്ടതും. അതുകൊണ്ട് മൂപ്പര് വഫാത്തായതിനു ശേഷം മൂപ്പരെ കുറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മദ്ഹ് പറഞ്ഞു. മഹാനവറുകൾ പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണെട്ടൽ വിടുന്നല്ല ശരിക്ക്. മൂപ്പർക്ക് പെണ്ണെട്ടാൻ പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ്. അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ, വലിയ ഡോളറാണ്ട് വേണ്ടി വരും. നമ്മളെ ഈ മൂല്യമില്ലാത്ത പൈസ, ശ്രീലങ്കന്റെ പൈസ ഒന്നും പറ്റില്ല. ഇന്ത്യൻ്റെ എന്ന് പറയാൻ പൂതിയുണ്ട്. നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറയണില്ല എന്നേ ഉള്ളൂ. ശ്രീലങ്കന്റെ പൈസ ഒന്നും പോരാ, അതിന് ഡോളറാണ്ട് വേണം, വലിയ വലിയ പൈസ വേണം. സ്വർഗത്തിൽ നിന്ന് ഊർലിങ്ങളെ. തഴവോസ്താദിന്റെ അൽമവാഹിബുൽ ജലിയ ഉണ്ടല്ലോ, പദ്യം 10 വാള്യങ്ങളാണ് തഴവയുടെ അൽമവാഹിബുൽ ജലിയ. അതിന്റെ 10ാം വാള്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗാണ്. 10ാമത്തെ വാള്യത്തിന്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിന്റെ അവസാനം മൂപ്പര് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അള്ളാഹു തഴവസ്താദിന്റെ ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവര് ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കബൂൽ ചെയ്യട്ടെ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ, സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ, ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസ്ഹാബിനും പിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് മഹാനവറുകൾ അൽമവാഹിബുൽ ജലിയ അവസാനിപ്പിച്ചത്. അതന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത്. അത് അവിടുത്തെ സംഭവമാണ്, ഇവിടുത്തെ സംഭവമല്ല. അപ്പൊ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയാ.
ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാതിരി ആയി കിട്ടിയെങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ, ആ പൂതി നമ്മളെ വിജയിപ്പിക്കും. മുഅ്മിനായ മനുഷ്യന്റെ ഏത് ആഗ്രഹവും അവനെ വിജയിപ്പിക്കുമെന്നാണ്. അപ്പൊ സ്വാലിഹ്യങ്ങളെ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം പടച്ചോനെ അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ്. പൂതി വെച്ച ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ അവരുടെ മത് ഇങ്ങനെ പറയണം. ഏറ്റവും ചുരുങ്ങിയ പറച്ചില് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലൊരേക്കാരം. വല്ലാതെ അങ്ങോട്ട് പറയണ്ട. കുട്ടിയൊക്കെ പേരക്കുട്ടിയൊക്കെ എന്റെ വാപ്പാന്റെ കഥ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാല് 3 അൽക്കവും സലാത്തും ചെല്ലാൻ നേരം ഉണ്ടായിരുന്നു, നമുക്ക് നേരമില്ല. മുമ്പൊക്കെ നമ്മൾ പള്ളിക്കൊക്കെ നിസ്കരിച്ച ജുമയൊക്കെ എന്നാല് അൽക്കഫും സലാത്തും എന്നൊരു ഏടുണ്ട്, ആ ആടന്നെ ഇപ്പൊ കാണൂല. അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞിട്ട് പകുതി അൽക്കഫും പിന്നെ പകുതി ഒരു സലാത്തും ഉണ്ടാവും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാൽ വദഇ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞ ആ സലാത്ത്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹുവിന്റെ ഗുരുനാഥൻ വലിയൊരു സാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ്. ഒരു ദിവസം മഹാനവറുകൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യാൻ പുറത്തിറങ്ങി, വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ എവിടെയും വെള്ളം കാണാനില്ല. അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു കിണറിന്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു. ആ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒരു കയറുണ്ടാക്കി അതിങ്ങനെ ബക്കറ്റ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാൾ അതുവഴി നടന്നു വന്നു. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാട്ടണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാന് വുളു ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വേണ്ടി കയറുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൽ വന്ന ആള് പറഞ്ഞു, അതിന് ഇങ്ങനെ അടങ്ങാറാണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം കിട്ടാൻ നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലിയാൽ മതി പറഞ്ഞാണ്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. മൂപ്പൻ ആ സ്വലാത്ത് ചൊല്ലി വെള്ളം കിട്ടി, ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഏതായിരുന്നു ഇപ്പൊ ആ സ്വലാത്ത്. അപ്പൊ ഒരു പുടുത്തും കിട്ടണില്ല. അപ്പൊ മൂപ്പര് ഓർമ്മ വന്ന സ്വലാത്ത് മൊത്തം എഴുതിയതാണ് ദലാഇലുൽ ഖൈറാത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഹിസ്ബ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ട ഹിസ്ബിനെ അൽക്കഫിന്റെ അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞത്. നമ്മളെ വല്ലിപ്പാക്ക്, വാപ്പാന്റെ വാപ്പാക്ക് 3 അൽക്കഫ് കഴിഞ്ഞിട്ട് സ്വലാത്തും ചെല്ലാനുള്ള നേരം വെള്ളിയാഴ്ച നേരം വെളുത്താൽ ഉണ്ടായിരുന്നു. ഞമ്മക്ക് നഖം മുറിച്ചാനുള്ള നേരം പോലും ഇല്ല, എന്നിട്ടല്ല അൽക്കഫ്. പുതിയാപ്പള വന്നിരിക്കുമ്പോ നഖം മുറിച്ചാത്ത ചങ്ങായിനെ 1 അല്ല 2 ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് റെഡിയാകുക പുതിയാപ്പള പോകുമ്പോഴാണല്ലോ. പുതിയാപ്പള നിക്കാഹിന് വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുമ്പോ മുറിച്ചാത്ത നഖം നീട്ടിങ്ങാണ്ട് കൈയൊടുത്തത് 1 ഓട്ടല്ല 2 ഓട്ടം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കിങ്ങനെ ആൾക്കാരെ നോക്കണ പണിയുള്ളതുകൊണ്ട് കണ്ടത് ഇക്കാരം അതിന്റെ കുറ്റാണ്. സംഗതി കണ്ടിട്ടുണ്ട്, 1 അല്ല 2 ഓട്ടം കണ്ടിട്ടുണ്ട്. നേരല്ലേ നമുക്ക് ഒന്നിനും. അപ്പൊ നമ്മള് വലിയ ആൾക്കാരെ പറ്റി പറയണ്ട, അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണ്ടാവും. എന്തിനാ അതൊക്കെ പറയണത്? അതേമാതിരി ആയി കിട്ടണല്ലോ റബ്ബേ എന്നൊരു ആഗ്രഹം മനുഷ്യന്റെ കൽബിൽ ഉണ്ടായാൽ അതേമാതിരി ആവും. അതിനാണ് പൂതി എന്ന് പറഞ്ഞത്. അതന്നെ ഇതിനാണ് നമ്മൾ സ്വാലിഹീങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. 4 സ്വാലിഹീങ്ങളുടെ പേര് വെള്ളിയാഴ്ച ജുമഅക്ക് എന്നാലും മുടങ്ങാതെ ഖത്തീബ് പറയും. ഖത്തീബ് ഉസ്താദ് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും 4 സ്വാലിഹീങ്ങളായ ആളുകളുടെ പേര് പറയും. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മഹത്തുക്കളായ ആളുകളുടെ പേരിനെ പറഞ്ഞു തരും. എന്തിനാ പറഞ്ഞത്? ഓലമാതിരി ആകാൻ വേണ്ടിയിട്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വഅദ് പറയാം. സഹാബ, സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ 100 ചില്ലാനം അടയാളങ്ങളുണ്ട് സഹാബ എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. മൂപ്പരെങ്ങനെയാണ് നീച്ചെന്നിട്ട് വാതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് തലയിട്ടിട്ട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ 100 ചില്ലാനം അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരടയാളം എന്നിൽ കാണാനുണ്ട് റസൂലേ എന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ആ 100 ചില്ലാനം അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 4 മഹത്തുക്കളായ ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലപ്പുഴ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. സംസാരത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇരുന്നോട്ടല്ലേ, ഇരിക്കാനെ സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയൽ ദിക്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അവരുടെ താരീഖ് ഓർമ്മ വരുമ്പോ അതേമാതിരി ഒന്നും ആയി കിട്ടിയ തിരക്കുണ്ടായിരുന്നില്ല.
എന്നൊരു പൂതി നമുക്ക് ഉണ്ടാവും. ഇനി നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ കാണുന്നുണ്ടല്ലോ, ഒരുപാട് മനുഷ്യന്മാർ. പഴയ കാലത്തൊക്കെ നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഇങ്ങനെ പറയും. ഇപ്പോ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലനാജി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പൈഞ്ഞിരി കുഞ്ഞാലനാജി. മൂപ്പരിങ്ങനെ കുറേ ആൾക്കാർ മരിക്കണ സമയത്ത് ഹാജരായ ഒരാളാണ്. അപ്പൊ മൂപ്പരിങ്ങനെ പഴയ കാലത്തെ ആൾക്കാർ മരിച്ചത് പറയും. കന്നൂട്ടണതിന്റെ ഇടയിൽ പാടത്തുനിന്ന് ഇങ്ങനെ കയറി നിന്നങ്ങാണ്ട്, മറിയാമോ ലേശം ഇപ്പിട്ട കഞ്ഞിവെള്ളം കാട്ടിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് ആ കഞ്ഞിവെള്ളം കുടിച്ചിങ്ങാണ്ട് കട്ടിലും അങ്ങനാണ്ട് നീണ്ടിരുന്ന് കടന്നങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചെല്ലി മൗത്തായ കുറെ ആൾക്കാരെ കഥ ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാര് മരിക്കണ കാണുന്നുണ്ട്. പക്ഷെ ആരൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചെല്ലിയെന്ന് ചോദിച്ചാല് അതൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചെല്ലിയാലേ സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നില്ല കേട്ടോ. പക്ഷെ സ്വർഗാവകാശിയാണ് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലല്. സ്വർഗത്തേക്ക് പോകാൻ വേറെയും വഴിയുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ തോന്നും, പഠിച്ചോനെ എന്റെ വാപ്പ മരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയില്ലല്ലോ, നരകത്തിലേറ്റ് ആകുമോ, അങ്ങനെ വിചാരിക്കണ്ട. സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വഴിയാണ് മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നത്. വേറെയും വഴികളുണ്ട്, ആ വഴികളിലൊക്കെ അവർ സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ പഴമക്കാരായ ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. അതൊന്നും പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻഗാമികളുടെ താരീഖുകൾ ആലോചിക്കുക, പുത്തനങ്ങാടി ശുഹദാക്കളെ കുറിച്ച് ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ഞാൻ കൊളത്തൂക്കാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശുഹദാക്കളുടെ ഒരു സ്ഥാപനം തന്നെയാണ് കൊളത്തൂരിലെ തഖ്വ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞത്. വലിയൊരു പ്രതിസന്ധിയുള്ള സമയത്ത് ശുഹദാക്കളാണ് അതിനെ താങ്ങി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങളുടെ കൂടി ഒരു സ്ഥാപനമാണ്. അതിന്റെ വിജയത്തിന് വേണ്ടിയും എല്ലാവരും ഉണ്ടായിരിക്കണം. കുട്ടികളൊക്കെ തഖ്വയിൽ ചേർക്കണം. ഞാൻ അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു മിനിറ്റ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊളത്തൂരിലെ തഖ്വ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുകയും പ്രവർത്തിക്കുകയും എല്ലാം വേണം. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കണം, എല്ലാം വിപുലീകരിക്കണം, വളരെ ഭംഗിയാക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും അതിനുണ്ടായിരിക്കണം. ഇന്ന് തഖ്വ സ്ഥാപനങ്ങളുടെ ഭൂരിഭാഗം ജനറൽ ബോഡി മെമ്പർമാരും പുത്തനങ്ങാടിയിൽ നിന്നുള്ളവരാണ് എന്നൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളോട് കൈമാറിക്കൊണ്ട് ഈ സ്ഥാപനത്തെയും അതുപോലെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളെയും എല്ലാം ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കഠിനാധ്വാനവും പ്രവർത്തനവും ദുആയും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇതുവരെ എന്നെ ശ്രവിച്ചതിന് ഹൃദയം തുറന്ന നന്ദി അറിയിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.